നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയെ സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെയാണ് അവർ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് ഈ സൂപ്പർ താരത്തെ അവതരിപ്പിച്ചത്. ഈ ഒരു പ്രസന്റേഷൻ ചടങ്ങിന് വേണ്ടി ഏകദേശം 85,000-ഓളം ആരാധകർ സാന്റിയാഗോ ബെർണാബുവിൽ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ. ഗംഭീരമായ ഒരു വരവേൽപ്പ് തന്നെയാണ് ഈ സൂപ്പർ താരത്തിന് അവർ നൽകിയിട്ടുള്ളത്. ഇനി റയൽ ജേഴ്സിയിലുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. പ്രീ സീസണിൽ റയൽ മാഡ്രിഡ് അമേരിക്കയിൽ വെച്ചുകൊണ്ട് ചില കിടിലൻ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. AC മിലാൻ, ബാഴ്സലോണ, ചെൽസി എന്നിവരൊക്കെയാണ് സൗഹൃദ മത്സരങ്ങളിൽ റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ. ക്ലബ്ബ് ആവശ്യപ്പെട്ടാൽ ഈ പ്രീ സീസൺ ടൂറിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം എംബപ്പെ അറിയിച്ചിട്ടുണ്ട്. യുവേഫ സൂപ്പർ കപ്പിൽ അരങ്ങേറാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ക്ലബ്ബുമായും പരിശീലകനുമായും ഇക്കാര്യം ചർച്ച ചെയ്യും. ക്ലബ്ബ് സമ്മതം മൂളിയാൽ ഞാൻ പ്രീ സീസണിന് വേണ്ടി ക്ലബിനോടൊപ്പം പോകും. സൂപ്പർ കപ്പ് കളിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പരിശീലകനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ ആദ്യ മത്സരത്തിന് വേണ്ടി തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ മൂക്കിന്റെ പരിക്ക് ഞാൻ മെഡിക്കൽ സ്റ്റാഫുമായി പങ്കുവെക്കുന്നുണ്ട്. സാധ്യമാകുന്ന എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താനായിരിക്കും ഞാൻ ശ്രമിക്കുക. ഇതാണ് കിലിയൻ എംബപ്പെ പറഞ്ഞിട്ടുള്ളത്. യുവേഫ സൂപ്പർ കപ്പിൽ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ യൂറോപ്പ ലീഗ് ജേതാക്കളായ അറ്റലാന്റയാണ്. ഓഗസ്റ്റ് 14 അർദ്ധരാത്രി പോളണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഇതുവരെ സൂപ്പർ കപ്പ് കളിച്ചിട്ടില്ലാത്ത എംബപ്പെ ഇതിൽ പങ്കെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ അദ്ദേഹം തന്റെ അനൗദ്യോഗികമായ അരങ്ങേറ്റം പ്രീ സീസണിൽ തന്നെ റയലിന് വേണ്ടി കുറിച്ചേക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അരങ്ങേറ്റം യുവേഫ സൂപ്പർ കപ്പിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.